ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം അഴിമതിക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സഹകരണ സംഘം ഓഫീസിന് മുന്നിലെത്തി സമാപനം കുറിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ നടപടിയുമനുസരിച്ച് മുന്നോട്ട് പോയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, അതിലെ ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ട സംഖ്യ വസൂലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, പോരാട്ടത്തിൽ CPIM മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇവിടെ കിംവദന്തിയാണ് ചില ആളുകൾ പരത്തുന്നത്, അല്ലേ? KC ജോർജിന്റെ ചേട്ടനാണ് KC ദേവസ്യ, അതുകൊണ്ടാണ് CPM സമരം ചെയ്യാത്തത്, അല്ലേ? ഈ എന്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. KC ജോർജും KC ദേവസ്യയും ചേട്ടനനിയന്മാരാണെങ്കിൽ രാഷ്ട്രീയമായ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്. പണ്ട് CPMന്റെ ആളായിരുന്നു. CPMൽ നിന്ന് പോയി പിന്നീട് CMB ആയി. CMB ഉണ്ടായ സമയത്ത് സ്വന്തം അനുജനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് തല്ലാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം കൊടുത്ത ആളാണ് KC ദേവസ്യ. ഇതാണ് രാഷ്ട്രീയ ബന്ധം. ഫോണിലൂടെ വിളിച്ചു പറഞ്ഞതാണ്. ആ PA ബാബുവിനെയും KC ജോർജിനെയും നല്ലതുപോലെ കൈകാര്യം ചെയ്യണം. ഞങ്ങൾ ലോക്കപ്പിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്, വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതാണ് ബന്ധം. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. KC ജോർജും KC ദേവസ്യയും അടുത്താണ്. ഇതാണ് ബന്ധം. പിന്നീട് അയാൾ CMB ഇല്ലാതായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചു. ചെന്നിത്തലയിൽ നിന്ന് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായപ്പോൾ കോൺഗ്രസിൽ ചേർന്ന് കതറ ഉപ്പായം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതാണ് ദേവസ്യേട്ടൻ, അല്ലേ? അപ്പൊ CPMുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ LC സെക്രട്ടറിയുടെ ചേട്ടനാണ്, അതുകൊണ്ടാണ് CPM സമരം ചെയ്യാത്തത് എന്നാണ് ചിലർ പറയുന്നത്. ഒരു സമരം നടത്തി, ആരാ നടത്തിയത്? ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ തന്നെ 5-6 ആൾ ഇതിന്റെ മുന്നിൽ വന്ന് യോഗം വിളിച്ചു കൂട്ടി സമരം നടത്തി എന്നൊരു പത്രവാർത്തയും ചെയ്തു. ഇതാണ് യഥാർത്ഥ വസ്തുത. ഇപ്പൊ CPIM പറയുന്നത് ഞങ്ങൾ ഈ നാട്ടിലെ നിക്ഷേപകരുടെ സംഖ്യ തിരിച്ചു കിട്ടണം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നിലനിൽക്കണം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതാണെങ്കിലും UDF ഭരിക്കുന്നതാണെങ്കിലും BJP ഭരിക്കുന്നതാണെങ്കിലും കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഉണ്ടാകുന്ന കള്ളത്തരത്തെ ശക്തമായി തടയുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. EN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. നടത്തിയ നിരപരാധികളായ പല ഉദ്ദേശം കൊണ്ട് ചുറ്റി നടത്തിയ ആളുകളും അതുപോലെ തന്നെ നിക്ഷേപത്തിന് നടത്തിയ ആളുകളൊക്കെ തന്നെ അവർക്ക് ലഭിക്കേണ്ട യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട തുക ലഭിക്കാത്തതിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലാണ്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് CPM ഇളനാട് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലുള്ള ഇതുപോലെയുള്ള സമരം നടത്താൻ തീരുമാനിച്ചത്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി നന്ദകുമാർ, സഹകരണ സംഘം നിക്ഷേപകർ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണസമിതി ആയിരുന്നു ഇവിടുത്തെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ച കൂട്ടത്തിൽ ഈ സഹകരണ നിയമപ്രകാരം ഒരു സെക്രട്ടറിക്ക് മാത്രം അധികാരപ്പെട്ടതല്ല ഒരു സഹകരണ സംഘം. ഒരു സെക്രട്ടറിയും അതിൻ്റെ പ്രസിഡൻറ്റും നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് വേണ്ടി കൊടുത്താൽ തന്നെ അവർ തരുന്ന റെസീറ്റിൽ ഇവർ 2 പേരുടെയും ഒപ്പുണ്ടാകും. 2 പേരും കൂടി ഒപ്പിട്ടാലാണ് ആ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് മാറുള്ളൂ. അതുകൂടാണ്ട് തന്നെ എന്ത് പേപ്പറുകൾ ഇവിടുന്ന് മുകളിലേക്ക് നീങ്ങണമെങ്കിൽ തന്നെ 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒപ്പിടണം. ഇതെല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഒരു സെക്രട്ടറിയിലെ ഉദ്യോഗസ്ഥന്മാരിൽ മാത്രമുള്ള ഒരു തട്ടിപ്പായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയില്ല.
അപ്പോൾ ഇതിൽ ഡയർ ബോർഡ് മെമ്പർമാർക്ക് വലിയ തോതിലുള്ള പങ്ക് ഈ തട്ടിപ്പിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ നടത്താൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ പോലീസ് അവരെ പഴയന്നൂർ സ്റ്റേഷനിലേക്ക് വിളിച്ച് 5-ാം തീയതി ആക്ഷേപമുള്ളവർ പരാതി നൽകുകയും ചെയ്തു. 66 പേരുടെ പരാതിയാണ് 6 ദിവസം മുമ്പേ ആ പഴയന്നൂർ സ്റ്റേഷനിൽ ലഭിച്ചത്. എന്നാൽ 9-ാം തീയതി CPM-ന്റെ ഏരിയ സമ്മേളനത്തിന് ശേഷം നിക്ഷേപകരുടെയും ചിട്ടിക്കാരുടെയും പരാതിയെ തുടർന്ന് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ അവരുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് തുടർ നടപടികൾ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനും തുടർ പ്രവർത്തനം നടത്തുന്നതിനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഓഫീസിന് മുമ്പിൽ പ്രകടനമായി വന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. CCV ന്യൂസ് പഴയന്നൂർ.